വെൽക്കം ടു റസിയാസ് കിച്ചൺ. ഞാനിപ്പോൾ ഒരു നാച്ചുറോപ്പതി ഡയറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. രാമവർമ്മ പ്രകൃതി ജീവന കേന്ദ്രത്തിലെ ചീഫ് ഫിസിഷ്യനായ ഡോക്ടർ AK വിജയകുമാർ സാറാണ് എൻ്റെ ഡോക്ടർ. അപ്പോൾ ഇതാണ് എൻ്റെ ഡയറ്റ്. അപ്പോൾ ഞാൻ ചെറിയൊരു വയറുവേദനയായിട്ടാണ് ഡോക്ടറെ അടുത്ത് ചെല്ലുന്നത്. ചെറുതായിട്ട് ഫാറ്റി ലിവർ ഉണ്ട്, അപ്പോൾ അതുകൊണ്ടുള്ള വേദനയാണ്. പിന്നെ ഷോൾഡറിന് ചെറിയ പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ നീർക്കെട്ടിനെല്ലാം കൂടി രണ്ടും കൂടിയിട്ടുള്ളൊരു ഡയറ്റാണ് തന്നിട്ടുള്ളത്. 6 മണിക്ക് 3 ഗ്ലാസ് തുളസി വെള്ളമാണ്. അപ്പോൾ അത് തലേന്ന് മൺകൂജയിൽ തുളസി ഇട്ട് വെച്ചിട്ടുള്ള വെള്ളമാണ്. അതാണ് 3 ഗ്ലാസ് രാവിലെ 6 മണിക്ക് കുടിക്കാനുള്ളത്. സ്ഥിരമായിട്ട് നമുക്ക് നാച്ചുറോപ്പതി ഡയറ്റൊക്കെ ചെയ്യൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്ക് നമ്മുടെ മനസ്സിനും വായനയൊക്കെ നന്നായി നിയന്ത്രിക്കേണ്ടി വരും. എന്നാലും നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ചെയ്താൽ തന്നെ നമ്മുടെ ശരീരത്തിന് വളരെയധികം വ്യത്യാസം ഉണ്ടാവാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് 7 മണിക്ക് യോഗയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതിന് ശേഷം 8 മണിക്ക് ഫ്രൂട്ട്സ്, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് തേങ്ങയും. അപ്പോൾ ഫ്രൂട്ട്സ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നേന്ത്രപ്പഴവും ഈത്തപ്പഴവുമാണ്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങയും. അപ്പോൾ ഈത്തപ്പഴത്തിൻ്റെയും നേന്ത്രപ്പഴത്തിൻ്റെ കൂടെ തേങ്ങ നല്ല കോമ്പിനേഷനാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ ആ 2 ഫ്രൂട്ട്സും എടുത്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഏത് വേണമെങ്കിലും നമുക്ക് കഴിക്കാം. ഉച്ചയ്ക്ക് 1 മണിക്ക് തവിടരി ചോറും മോരും സാലഡും പിന്നെ ചൊരയ്ക്ക തോരനും ചമ്മന്തിയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചൊരയ്ക്ക തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചൊരയ്ക്ക ഒരു കഷ്ണം എടുത്തൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ചൊരയ്ക്കൊക്കെ ഞാൻ ചെറിയ പീസായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളകും ഉപ്പും ഇട്ട് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഇന്ദുപ്പാണ് എടുക്കുന്നത് കേട്ടോ. ഇന്ദുപ്പ് ഇടണം നിർബന്ധമൊന്നുമില്ല, കുറച്ചുകൂടി ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇന്ദുപ്പ് എടുത്തതാണ്. അതല്ലെങ്കിൽ നമ്മൾ അയോഡൈസ്ഡ് ഉപ്പ് ഒഴിവാക്കാന്നുള്ളതിൽ സാധാ നാടൻ കല്ലുപ്പുണ്ടല്ലോ, അതിട്ടാലും മതി. കുറച്ച് തേങ്ങ ഞാനൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഒരു 1/2 കപ്പ് തേങ്ങയും പിന്നെ 2 ചുവന്നുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ചുരക്ക് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ ഇരുമ്പിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ച് അതിലൊരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ഇട്ടൊന്ന് മുരിഞ്ഞതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചുരക്ക ഇട്ടൊന്ന് ഇളക്കിയെടുക്കാം. നന്നായി ഇളക്കിയ വെള്ളമൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കുന്നത്. തേങ്ങ ചൂടായാലാണ് കൊഴുപ്പാവുക. അപ്പോൾ ഡോക്ടർ എപ്പോഴും പറയാറ് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് തേങ്ങ ഇടാൻ നല്ലതെന്നാണ് പറയാറ്. അപ്പോൾ അതുപോലെയാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ഡോക്ടർ സമ്മതത്തോടു കൂടി തന്നെ ഡോക്ടർ കുറച്ച് റെസിപ്പീസൊക്കെ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ ചോറൊക്കെ ഇവിടെ കഴിക്കാൻ റെഡി ആയിട്ടുണ്ട്. തവിടരിച്ചോറ്, പിന്നെ ചൊരയ്ക്ക തോരൻ, പിന്നെ ബീട്രൂട്ട് ചമ്മന്തി, മറ്റേത് ബീട്രൂട്ടും ക്യാരറ്റും കുറച്ച് പച്ചമാങ്ങ കൂടി ഇട്ടിട്ടുള്ള സാലഡാണ്. അതിൽ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. മറ്റേത് പടവലങ്ങ കറിയാണ്, തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ചത്. പടവലങ്ങ വെറുതെ മഞ്ഞൾ ഉപ്പിട്ട് വേവിച്ചിട്ട് പച്ചമുളക് ഇട്ട് വേവിച്ചതിന് ശേഷം കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് താളിച്ചിട്ടില്ല കേട്ടോ, അതാണ്. പിന്നെ മറ്റേത് വെറുതെ ഒരു ആ കുഴി ഒഴിഞ്ഞു കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അതിൽ കുറച്ച് സമ്പാരം ഒഴിച്ചിട്ടുള്ളതാണ്. അപ്പം അതിൻ്റെ കൂടെ കുടിക്കാൻ ഞാൻ സമ്പാരമാണ് എടുത്തിട്ടുള്ളത്. ചുക്കും മല്ലിയിട്ട് തിളപ്പിച്ച വെള്ളമാണ്. ഇതാണ് ഇടയ്ക്ക് നമുക്ക് ദാഹിക്കുമ്പോൾ കുടിക്കാനുള്ളത്. വാട്സാപ്പ് ഗ്രൂപ്പ് വഴി ഡോക്ടർ വിലയേറെ സമയം ചെലവഴിച്ച് ജനങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും ചികിത്സകളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇനി 3 മണിക്ക് ചുരയ്ക്ക ജ്യൂസാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു കഷ്ണം ചുരയ്ക്ക ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. ഡോക്ടർ തന്നിട്ടുള്ളൊരു നിർദ്ദേശം ചൂടുവെള്ളത്തിൽ തുണി പിഴിഞ്ഞ് വയറിൽ കെട്ടിയതിന് ശേഷം പിന്നെ പച്ചവെള്ളത്തിലും തുണി ഒന്ന് നനച്ച് പിഴിഞ്ഞതിന് ശേഷം വയറിൽ കെട്ടാനാണ്. രാത്രി 7 മണിക്ക് ഫ്രൂട്ട്സ് പ്ലസ് സാലഡ്, അതല്ലെങ്കിൽ അവിയൽ പ്ലസ് സാലഡ്. അപ്പം ഞാൻ ഇവിടെ ഫ്രൂട്ട്സും സാലഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുറച്ചധികം ഫ്രൂട്ട്സും സാലഡും എടുത്തിട്ടുണ്ട്, എല്ലാവർക്കും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്.
അപ്പോൾ കുക്കുംബറും ക്യാരറ്റുമാണ് എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് കുരുമുളക് പൊടി ഉപ്പ് ഇട്ടിട്ടുണ്ട്. ചെറുപയർ മുളപ്പിച്ചത് നമ്മളടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം കേട്ടോ. പിന്നെ രാത്രി 9 മണിക്ക് അനാർ ജ്യൂസാണ്. അപ്പോൾ ഞാൻ അനാർ കുറച്ച് വെള്ളമൊഴിച്ച് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. മധുരത്തിന് വേണ്ടി കുറച്ച് തേൻ ഒഴിച്ചിട്ടുള്ളത്. അത് നമുക്ക് അനാർ അരിക്കണമെങ്കിൽ അരിക്കാം, അതല്ലെങ്കിൽ അങ്ങനെ തന്നെ കുടിക്കാം കേട്ടോ. ഡോക്ടർ മൊബൈൽ നമ്പർ വീഡിയോയിൽ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചികിത്സാ രീതിയെക്കുറിച്ച് അറിയാത്തവർക്ക് ഇത് ഉപകാരപ്രദമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. റസിയാസ് കിച്ചൻ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.